Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICSE ക്ലാസ് 10ന്റെ സ്ട്രിംഗ് മാനിപ്പുലേഷൻ ചാപ്റ്ററിലെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് എ പ്രോഗ്രാം ടു അക്സെപ്റ്റ് എ വേർഡ് ആൻഡ് പ്രിന്റ് ഇറ്റ് ഇൻ ദ ഫോളോയിങ് വേ. അതായത് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു വേർഡ് ഇൻപുട്ട് ആയിട്ട് വാങ്ങിയിട്ട് ഈ താഴെ പറയുന്ന രീതിയിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ട്രയൽ എന്ന് പറഞ്ഞൊരു വേർഡാണ് വാങ്ങിയിരിക്കുന്നത്. അത് ഔട്ട്പുട്ട് ആയിട്ട് വന്നിരിക്കുന്ന നോക്കിയ ഒരു പ്രത്യേക പാറ്റേണിലാണ്. ആദ്യം ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് ലെറ്റർ വന്നു, സെക്കൻഡ് റോയിൽ ലാസ്റ്റിലത്തെ 2 ലെറ്റേഴ്സ്, തേർഡ് റോയിൽ ലാസ്റ്റിലത്തെ 3 ലെറ്റേഴ്സ്. ഇങ്ങനെയാണ് ഇത് പ്രിന്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് ഇങ്ങനെ പ്രിന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള പാറ്റേൺസ് വന്നാൽ അതെങ്ങനെയാണ് അതിന്റെ ലൂപ്പും വർക്കിങ്ങും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആണ് മുകളിൽ ഐ ബട്ടണിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം എന്താണ്, നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങിക്കണം അല്ലേ. അപ്പോൾ സിസ് ഔട്ടിനകത്ത് എൻറ്റർ എ വേർഡ്. അപ്പോൾ വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ട്രിങ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കാം. ഇനി നമ്മൾ വാങ്ങിക്കുന്നത് വേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, സ്ട്രിങ് അല്ലേ. സ്ട്രിങ് SE ഈക്വൽ ടു സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് നെക്സ്റ്റ് സ്ട്രിങ് ഇല്ല, അതുകൊണ്ട് സ്ട്രിങ്ങുകൾ വാങ്ങുമ്പോൾ നെക്സ്റ്റ് ലൈൻ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ രീതിയിലാണ് അത് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇപ്പൊ ഈ പാറ്റേൺ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, ഇതൊരു റോ കോളം കൺസെപ്റ്റ് രീതിയിലാണ് പോയിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ആദ്യത്തെ റോ, ഇത് രണ്ടാമത്തെ റോ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ. ഓക്കെ, അപ്പൊ ഇതൊരു 5 റോ ഉണ്ട്. അപ്പൊ കോളത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. അപ്പൊ ആദ്യത്തെ റോയിൽ ഇങ്ങനെ റോ കോളം രീതിയിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റോയിൽ ആദ്യത്തെ കോളത്തിൽ മാത്രമേ പ്രിന്റ് ആയിട്ടുള്ളൂ. മനസ്സിലായോ? L. രണ്ടാമത്തെ റോയില് 2 കോളത്തിൽ പ്രിന്റ് ആയിട്ടുണ്ട്, Aയും Lഉം. മൂന്നാമത്തെ റോയില് 3 കോളത്തിൽ പ്രിന്റ് ആയിട്ടുണ്ട്. നാലാമത്തെ റോയില് 4 കോളത്തിൽ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ റോയുടെ നമ്പർ എത്രയാണോ അത്രയും ആണ് കോളത്തിൽ പ്രിന്റ് ആയിരിക്കുന്ന ലെറ്റേഴ്സിന്റെ എണ്ണം. അതായത് റോയുടെ എണ്ണത്തിന് ഏത് റോയാണോ നിങ്ങൾ നിൽക്കുന്നത് അത്രയും കോളങ്ങളിൽ മാത്രമേ പ്രിന്റ് ആയിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ മാത്രമേ പ്രിന്റ് ആയിട്ടുള്ളൂ, സെക്കൻഡ് റോയിൽ 2 കോളത്തിൽ, തേർഡ് റോയിൽ 3 കോളത്തിൽ അല്ലെ. അപ്പൊ കോളം എന്ന് പറയുന്നത് റോയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് അല്ലെ, റോയുടെ എണ്ണത്തിനെ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഫോർ ലൂപ്പ് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ലൂപ്പ് എപ്പോഴും റോയെ ഡിനോട്ട് ചെയ്യാനാണ്. ഇന്നർ ലൂപ്പാണ് കോളത്തിന്, റോ കോളം ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫോർ ലൂപ്പ് കൊടുക്കാം. നമ്മുടെ റോയുടെ 4 ഇൻറ്റ് I ഈക്വൽ ടു, എപ്പോഴും നമ്മൾ I ഈക്വൽ ടു 0 എന്നല്ലേ കൊടുക്കുന്നത്. ഇപ്പൊ ഇത് പ്രിന്റ് ആയിരിക്കുന്നത് നോക്കിയേ, ലാസ്റ്റ് ലെറ്റർ ആണ് ആദ്യം പ്രിന്റ് ആയിരിക്കുന്നത് അല്ലെ. അപ്പൊ I ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ T ആയിരിക്കും ഒരു പക്ഷെ നമുക്ക് കിട്ടുക. അപ്പൊ ഈ ലാസ്റ്റിലത്തെ ഇൻഡെക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് L എടുക്കുന്നതല്ല, ലാസ്റ്റ് ഇൻഡെക്സ് നമ്മൾ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, ഇതിന്റെ ലെങ്ത് എത്രയാണോ അത് -1. ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നത്, ഇപ്പൊ ഈ ട്രയലിന്റെ ലെങ്ത് എത്രയാണ്, 5. ഈ വേർഡിന്റെ ലെങ്ത് 5 അല്ലേ. അപ്പൊ എന്താണ്, 0 തൊട്ട് 4 വരെയാണ് റേഞ്ച് ഉള്ളത് അല്ലെ. അപ്പൊ 4th ഇൻഡെക്സ് വരെ ശരിക്കും ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ ലെങ്ത് 6 ആണെങ്കിൽ 0 to 5 5th ഇൻഡെക്സ്. അപ്പൊ നമുക്ക് ഇൻഡെക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ലെങ്ത് -1 കൊടുക്കണം. ശരിയല്ലേ? അപ്പൊ I ഈക്വൽ ടു നമ്മുടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് -1 അതിൽ നിന്ന് തുടങ്ങണം. എന്നിട്ട് എവിടെ വരെ പോകണം, നമ്മൾ ബാക്കിലോട്ടല്ലേ റീഡ് ചെയ്യുന്നത്, I greater than or equal to 0. ഈക്വൽ ടു 0 കൊടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0th ഇൻഡെക്സിലെ റീഡ് ആവത്തില്ല, ഗ്രേറ്റർ ദാൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ നിങ്ങൾ I++ കൊടുക്കോ മൈനസ് കൊടുക്കോ. ഇപ്പൊ ഇത് ലെങ്ത് -1 നിന്നാണ് തുടങ്ങിയത്. എവിടെ വരെ ഇത് പോകണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്നവരെ. അപ്പൊ ബാക്കിലോട്ടല്ലേ ഇത് പോകുന്നത്. അപ്പൊ ഇത് 4 എന്നുള്ളത് S ഡോട്ട് ലെങ്ത് -1 എന്ന് പറയുമ്പോൾ 4 0 ആവണമെന്നുണ്ടെങ്കിൽ കൂടിയാ പറ്റുമോ കുറഞ്ഞാൽ പറ്റുമോ, കുറഞ്ഞാലല്ലേ. അപ്പൊ I പിടികിട്ടിയല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ റോയുടെ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കോളത്തിന്റെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇന്നർ ലൂപ്പ് എഴുതാം. 4 ഇൻറ്റ് വേറൊരു വേരിയബിൾ കൊടുക്കുകയാണ് J. ഈ J ഈക്വൽ ടു, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, നിങ്ങളുടെ കോളം എന്ന് പറയുന്നത് റോയെ ഡിപ്പെൻഡ് ചെയ്താണെന്ന്. അതായത് ഫസ്റ്റ് റോയിൽ 1 കോളത്തിലേ ഉള്ളൂ, സെക്കൻഡ് റോയിൽ 2 കോളം, തേർഡ് റോയിൽ 3 കോളം. പിടികിട്ടിയല്ലോ? അപ്പൊ നമ്മുടെ കോളം എന്ന് പറയുന്നത് ഏത് റോയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് J ഈക്വൽ ടു I. പിടികിട്ടിയല്ലോ? അതായത് I എത്ര ആണോ അതിനനുസരിച്ചാണ് കോളം. ശരിയല്ലേ? ഇനി J ലെസ് ദാൻ S ഡോട്ട് ലെങ്ത് വരെ അത് അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് എന്താണ് ഇത് I അല്ലല്ലോ, J
പ്ലസ് പ്ലസ്. ഇപ്പൊ നമ്മള് റോയുടെ കോളത്തിന്റെ ലൂപ്പ് എഴുതി. ഇനി എന്താണ്, ഇപ്പൊ നമുക്ക് ഇൻഡെക്സേ കിട്ടിയിട്ടുള്ളൂ. ഇൻഡെക്സ് അല്ല നമുക്ക് വേണ്ടത്, ആ ഇൻഡെക്സിൽ കിടക്കുന്ന ക്യാരക്ടറിനെ നമുക്ക് വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്യാർ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. എന്നിട്ട് എസ് ഡോട്ട് ക്യാരറ്റ് ഐ ആണോ ജെ ആണോ, ജെ. പിടികിട്ടിയല്ലോ. ഇത് എന്തുകൊണ്ടാന്ന് വന്നതെന്ന് പറയാം. ഇനി എന്താണ്, ഈ എക്സ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത്. എക്സിനകത്തുണ്ട് നമ്മുടെ ആ ക്യാരക്ടർ സിസ് ഔട്ട് എക്സ്. പിടികിട്ടിയല്ലോ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിപ്പോ വർക്ക് ചെയ്യുമ്പോൾ ഓരോ റോ കയറും. അപ്പൊ ആദ്യത്തെ റോയിൽ കയറും. ആ റോയിൽ എത്ര കോളം ഉണ്ടോ അവിടെ അത്രയും പ്രിന്റ് ആവും. പിടികിട്ടിയല്ലോ. അപ്പൊ ആദ്യത്തെ റോയിലെ കോളത്തിൽ നമ്മൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് ലൈൻ ആവും. അപ്പൊ ആദ്യത്തെ റോയിൽ നമ്മൾ ഓരോ കോളത്തിലും ഫില്ല് ആവുമ്പോൾ അത് ഒരു ലൈനിൽ തന്നെ അല്ലേ പ്രിന്റ് ആവേണ്ടത്. ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെറ്റർ എടുക്കുമ്പോഴും അത് താഴെ താഴെ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. പിടികിട്ടിയല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ LN കളയാം. എന്നിട്ട് ഓരോ റോ കംപ്ലീറ്റ് ആവുമ്പോൾ ഓരോ റോയിലെ ആദ്യത്തെ റോ എടുത്തു, അതിനകത്തെ കോളം ഫുള്ള് കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ലൈൻ കൊടുക്കണം. അങ്ങനല്ലേ വേണ്ടത്. അതായത് ഇപ്പൊ ഈ ആദ്യത്തെ റോ ഇവിടെ ആദ്യത്തെ കോളത്തിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ വരണം. നെക്സ്റ്റ് ഈ റോ എടുത്തു, അതിനകത്ത് എല്ലാ കോളം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ വരണം. പിടികിട്ടിയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒരു LN കൊടുത്തത്. അപ്പൊ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് കാണിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ലൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ ഞാനിവിടെ സ്ട്രിംഗ് പ്രോഗ്രാംസിനകത്താണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, പാറ്റേൺസ് എന്ന് പറഞ്ഞേ. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കിടന്ന എക്സാമ്പിൾ തന്നെ കൊടുക്കാം, ട്രയൽ തന്നെ കൊടുക്കാം. ഇപ്പൊ ട്രയൽ എന്ന് ഞാൻ കൊടുക്കുകയാണ്. LAL IAL ഇങ്ങനെ വന്നത് കണ്ടോ. ഇനി ഞാനിപ്പോ ഈ ലൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോ എന്താണ്, ആദ്യം ഐയുടെ വാല്യൂ എസ് ഡോട്ട് ലെങ്ത് -1 എന്ന് പറയുമ്പോൾ എത്രയാണ്, സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. 5 - 1 എന്ന് പറയുമ്പോൾ 4. ശരിയല്ലേ. അപ്പോ ഐയുടെ വാല്യൂ 4 ആണ്. അപ്പൊ 4 > 0 ആണല്ലോ, ആണ്. അപ്പൊ ഈ അകത്തെ ലൂപ്പിലോട്ട് വരും. എന്നിട്ട് എന്താണ്, ജെയുടെ വാല്യൂ ഐയുടെ വാല്യൂ ഏതാണോ അത് തന്നെ ആവും. J = I എന്നല്ലേ കൊടുത്തേ. അപ്പൊ ജെയുടെ വാല്യൂ 4. ശരിയല്ലേ. 4 < 5 അല്ലേ. സ്ട്രിംഗ് ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ 5 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, സ്ട്രിംഗ് ഡോട്ട് ലെങ്ത് -1 അല്ല, സ്ട്രിംഗ് ഡോട്ട് ലെങ്ത് ആണ്. അപ്പോൾ 4 < 5 ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറും. എന്നിട്ട് ആ ജെത്ത് ഇൻഡെക്സിൽ കിടക്കുന്ന ക്യാരക്ടറിനെ എടുത്ത് പ്രിന്റ് ചെയ്യും. അപ്പൊ 4th ഇൻഡെക്സിൽ കിടക്കുന്ന ക്യാരക്ടർ ഏതാണ്, L. ശരിയല്ലേ. അപ്പൊ Lനെ പ്രിന്റ് ചെയ്തു. ഇനി എന്താണ്, J ഇൻക്രിമെന്റ് ആവും. പിടികിട്ടിയല്ലോ. J ഇൻക്രിമെന്റ് ആയി. ഇപ്പോഴും ഇന്നർ ലൂപ്പിൽ തന്നെയാണ്. ഈ ഇന്നർ ലൂപ്പിന്റെ കണ്ടീഷൻ തെറ്റുമ്പോഴേ ഈ ലൂപ്പിൽ നിന്ന് വെളിയിൽ പോത്തുള്ളൂ. അപ്പൊ ഈ J ഇൻക്രിമെന്റ് ആകുമ്പോൾ ജെയുടെ വാല്യൂ എത്രയായി, 5. അപ്പൊ 5 < 5 ആണോ, അല്ലല്ലോ. 5 <= 5 എന്നാണ് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അകത്തോട്ട് കയറിയണേ. പക്ഷെ 5 < 5 അല്ലല്ലോ, അല്ല. അപ്പൊ ഇവിടെ വെച്ച് ഈ കണ്ടീഷൻ തെറ്റി. അപ്പൊ എന്താണ്, ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആയി അടുത്ത ലൈനിലോട്ട് വന്നു. പിടികിട്ടിയല്ലോ. ഇനി എന്താണ്, ഐയുടെ വാല്യൂ ഡിക്രിമെന്റ് ആവും. അപ്പൊ ഐയുടെ വാല്യൂ എത്രയായി, 3 ആയി. ഇനി J = I എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം തൊട്ടല്ലേ ഈ ലൂപ്പിനകത്തോട്ട് കയറുന്നേ. J = I എന്ന് പറയുമ്പോൾ J = ഐയുടെ വാല്യൂ 3. 3 < 5 ആണല്ലോ, അതെ. അപ്പൊ എന്താണ്, 3rd പൊസിഷനിൽ കിടക്കുന്ന A പ്രിന്റ് ചെയ്തു. പിന്നെ J++ ചെയ്യുമ്പോ എന്താണ്, ഇപ്പോ ജെയുടെ വാല്യൂ 4 ആണ്. 4 < 5 അല്ലേ. അപ്പൊ 4th പൊസിഷനിൽ കിടക്കുന്ന ഏതാണ്, L. അതിനെ പ്രിന്റ് ചെയ്തു. വീണ്ടും J ഇൻക്രിമെന്റ് ആവുമ്പോൾ 5 ആയി. ഇവിടെ 5 < 5 അല്ല. അപ്പൊ ഈ കണ്ടീഷന്റെ വെളി വന്നിട്ട് ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്തു. അതാണ് ഈ 2 എണ്ണം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ ആയി. എന്നിട്ട് എന്താണ്, വീണ്ടും I - ആയി. അപ്പൊ എത്രയാണ്, പിന്നെ 2 ആവും ഐയുടെ വാല്യൂ. ഇങ്ങനെ ഇത് ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ഫുൾ എണ്ണവും പ്രിന്റ് ആവും. പിടികിട്ടിയല്ലോ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇത് വേറെ ഏതെങ്കിലും, ഇപ്പൊ ട്രയൽ എന്നായിരിക്കത്തില്ല കൊടുക്കുന്നത്, ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനെല്ലാം ഇതേ ലൂപ്പ് തന്നെ മതി. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആപ്പിൾ എന്നാ കൊടുത്തേന്ന് വിചാരിക്കാം. ലാസ്റ്റ് ലെറ്റർ E, പിന്നെ അടുത്ത ലൈനിൽ 2 ലെറ്റർ, പിന്നെ അതിന്റെ അടുത്ത ലൈനിൽ 3 ലെറ്റർ, ഇങ്ങനെ ബാക്കിലോട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ട്രയൽ അല്ലാതെ വേറെ ഏത് എക്സാമ്പിളും ഇങ്ങനെ ബാക്കിൽ നിന്നാണ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. പിടികിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടി കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.